ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഈസി ക്രീമി ഒരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ്. വളരെ കുറച്ച് ചിക്കൻ കൊണ്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സ്നാക്കിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് സോയ സോസും കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ പാന് ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ഈ ചിക്കൻ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. നല്ലൊരു ഡാർക്ക് ആവുന്ന വരെ. അതിൽ ചിക്കനിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സോസ് ഉണ്ടാക്കിയെടുക്കണം ഈ സെയിം പാനിൽ. അപ്പോൾ അതിനായിട്ട് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കൂലേ അതേപോലെ. അപ്പോൾ അത് മൈദ ചേർത്ത ശേഷം അതിലോട്ട് പാൽ ഒഴിച്ചെടുക്കുക. ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ സോയ സോസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചീസിൻ്റെ സ്ലൈസ് ചേർത്ത് കൊടുക്കുക. അപ്പം ഷെഡാർ ചീസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു യെല്ലോ കളർ കിട്ടും നമ്മുടെ ഈ ഒരു ക്രീമിന് കേട്ടോ. അപ്പോൾ 2 ചീസിൻ്റെ ബർഗർ സ്ലൈസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഇപ്പോൾ ഇതാ നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു നല്ല ക്രീമി പരിവാവണം നമ്മുടെ ബ്രെഡിൻ്റെ മുകളിൽ. ഇത് നമുക്ക് ഈ ഒരു സ്നാക്ക് ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കാം, ബണ്ണ് വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രെഡബിൾ ചീസ്, ക്രീം ചീസ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ക്രീം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സോയ സോസും നമ്മുടെ ആ ചീസും മാത്രം അതിലോട്ട് എക്സ്ട്രാ ചേർത്തിട്ടുള്ള കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബ്രെഡോ ബണ്ണോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ബ്രെഡ് കണ്ടപ്പോൾ എടുത്തുന്നുള്ളൂ, ബണ്ണ് കണ്ടപ്പോൾ എടുത്തുന്നുള്ളൂ. നമ്മൾ പാവ് ഭാജിയൊക്കെ ഉണ്ടാക്കൂലേ അങ്ങനത്തെ ഒരു ടൈപ്പ് ബണ്ണാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എടുത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബണ്ണ് വെച്ചിട്ട് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ആദ്യം ക്രീം 2 സൈഡിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊസറല്ല ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് വീട്ടിലുണ്ടാക്കിയുള്ള ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് നമുക്കിനി അങ്ങോട്ട് ചൂടാക്കിയെടുക്കണം. ചിക്കനും ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. 2 വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ബണ്ണിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലും കൂടി സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 വശം ഒന്ന് കുക്ക് ആയിക്കോട്ടെ, ചൂടായി എടുത്തോട്ടെ. പിന്നെ നമ്മൾ ബ്രെഡോ ബണ്ണോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഓൾറെഡി ഇത് ഫ്രിഡ്ജിൽ വെക്കാത്ത ബണ്ണായതുകൊണ്ടാണ് ഞാൻ ചൂടാക്കാണ്ട് ഇത് നേരെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി. അപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. 2 വശം ഒന്ന് കുക്ക് ചെയ്യുക. അതായത് ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ല അടിപൊളി പെർഫെക്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ. അപ്പോൾ ആ ക്രീം ഉണ്ടാക്കുന്ന ഒരു സമയം മതി. ബാക്കിയൊക്കെ നമുക്ക് ക്രീമും ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയം മതി. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. നല്ല ചീസി ആയിട്ടുള്ള ഇതുപോലത്തെ സ്നാക്സൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അതുപോലെ തന്നെ ഞാനിത് ഒരെണ്ണം മതിയാവും നമുക്ക് ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുമിച്ചുള്ള ബണ്ണ് കിട്ടാത്തവർക്ക് ഒറ്റയ്ക്ക് ബണ്ണ് വെച്ചിട്ട് അതിൻ്റെ അകത്തും ഫിൽ ചെയ്ത് കൊടുക്കാം. അഥവാ ഇനിയിപ്പോൾ ബണ്ണ് കിട്ടില്ല എന്നാണെങ്കിൽ ബ്രെഡിൻ്റെ അകത്തും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ്. ആ ക്രീം ഉണ്ടല്ലോ, ആ ക്രീമാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റ് വരുന്നത്. അപ്പം ക്രീം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. ആ ചീസൊക്കെ വെച്ചിട്ട്, ഷെഡാർ ചീസൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ചീസും ക്രീമും ഇതുപോലത്തെ ക്രീമി സ്നാക്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്നാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സും അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഒരു ഇത് കണ്ടോ, നല്ല ജ്യൂസി ക്രീമി ടെക്സ്ചറാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും. ബൈ, താങ്ക് യു.